Hi friends, EduSAP-ലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ഡിസംബർ 2019 നടന്ന അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലെ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റ് പാർട്ടിലെ ക്വസ്റ്റ്യൻസായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ഇപ്പോൾ പാർട്ട് ബിയിൽ 10 മാർക്കിന് 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് 3 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതിയാകും. ഓരോ ക്വസ്റ്റ്യനും 10 മാർക്ക് വെച്ച് ടോട്ടൽ പാർട്ട് ബിയിൽ നിന്ന് 30 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഓരോ ക്വസ്റ്റ്യൻസോട്ട് നോക്കാം. Question 5a. Derive the compatibility equation in terms of stress function for polar coordinate system. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇത് മൊഡ്യൂൾ 3 ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ സെക്കൻഡ് 5b ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഇക്വിലിബ്രിയം ഇക്വേഷൻ ഇൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. 3 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇൻ എ വെരി തിക്ക് സിലിണ്ടർ വിത്ത് ഔട്ടർ റേഡിയസ് മച്ച് ലാർജർ ദാൻ ഇന്നർ റേഡിയസ് എ subjected to an external pressure of P0 and zero internal pressure. Prove that the radial and tangential stress variations are sigma r is equal to P0 into 1 minus a square by r square and sigma theta is equal to P0 into 1 plus a square by r square. ഇത് പ്രൂവ് ചെയ്യുന്നതിന് 10 മാർക്കാണ്. Then 7a. Obtain the strain energy in terms of material properties for a shaft subjected to a torque T. 5 മാർക്ക് ക്വസ്റ്റ്യൻ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 7b 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഫോർ എ ഗിവൺ സ്ട്രെസ് ടെൻസർ അറ്റ് എ പോയിന്റ് ഓൺ എ സ്റ്റീൽ ഒബ്ജെക്ട് വിത്ത് യങ്സ് മോഡുലസ് E is equal to 207 into 10⁻⁶ kPa and modulus of rigidity G is equal to 80 into 10⁶ kPa. Determine the value of strain energy density. സിഗ്മ വാല്യൂ തന്നിട്ടുണ്ട്. ദെൻ 8a. Explain about unsymmetrical bending of beams. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. Then 8b. A beam symmetrical about YZ axis is subjected to a bending momentum M about an arbitrary axis in YZ plane. Obtain the equation for flexural stress. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇത്രയാണ് പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറിലോട്ട് കിടക്കാം. ഇനി പാർട്ട് ബി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Derive the compatibility equation in terms of stress function for polar coordinate system. ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇത് ലെങ്തി ഡെറിവേഷൻ ആണ്. നമുക്ക് എങ്ങനെയാണ് സ്റ്റെപ്പ് എന്ന് നോക്കാം. ഇത് ചെയ്യുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. നമ്മളടുത്ത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ വേരിയബിളായ എക്സും വൈയും എടുക്കണം. എക്സ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റയാണ്. വേർ ആർ ആൻഡ് തീറ്റ ഇസ് ദ വേരിയബിൾസ് ഇൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. ദെൻ വൈ ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ഇത് നമുക്ക് ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. ഡെറിവേറ്റീവ് എടുക്കുമ്പം ഡോ എക്സ് ബൈ ഡോ ആർ കിട്ടുന്നത് എക്സിനെ ആറിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് ബൈ ആർ എന്ന് കിട്ടും. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ. ഇനി ഡോ എക്സ് ബൈ ഡോ തീറ്റ എന്ന് പറയുന്നത് മൈനസ് ആർ സൈൻ തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വൈ. ദെൻ ഡോ വൈ ബൈ ഡോ ആർ ഈസ് ഈക്വൽ ടു വൈ ബൈ ആർ എന്ന് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. ഡോ വൈ ബൈ ഡോ തീറ്റ ചെയ്യുമ്പോൾ ആർ കോസ് തീറ്റ എന്ന് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഫംഗ്ഷൻ സ്ട്രെസ് ഫംഗ്ഷൻ ഫൈ ആണ്. ഫൈ എന്ന് പറയുന്നത് എയറി സ്ട്രെസ് ഫംഗ്ഷൻ ആണ്. അത് ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ് ഉള്ളത്. നമ്മളതിനെ വിത്ത് റെസ്പെക്ട് ടു ആറിന് ഡെറിവേറ്റീവ് എടുക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഡോ ഫൈ ബൈ ഡോ ആർ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെയാണ്. എക്സിലും വൈയിലും ആണ് ഫൈ വേരിയബിൾ എന്നുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയായിരിക്കും ഓപ്പറേഷൻ. ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു എക്സ് ബൈ ആർ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു വൈ ബൈ ആർ. അതായത് ഡോ എക്സ് ബൈ ഡോ ആറിൻ്റെയും ഡോ വൈ ബൈ ഡോ ആറിൻ്റെയും വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഓപ്പറേറ്റർ എങ്ങനെയാണെന്ന് നോക്കാം. ആർ എച്ച് എസ് നിന്ന് ആർ ഔട്ട് സൈഡിലെടുത്ത് എൽ എച്ച് എസിലോട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ ആർ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ ആർ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എന്ന് കിട്ടും. അപ്പോൾ അടുത്ത ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ആർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ആണ്. അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് എക്സ് ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ ബൈ ഡോ വൈ. ഇനി നമുക്ക് അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ആ ഓപ്പറേറ്റർ ഉപയോഗിച്ച് വീണ്ടും തന്നെ ഡെറിവേറ്റീവ് എടുക്കണം. അതായത് ഡോ ബൈ ഡോ ആർ ഓഫ് ആർ ഡോ ഫൈ ബൈ ഡോ ആർ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും. അതിൻ്റെ റിസൾട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഓപ്പറേറ്റർ എക്സ് ഡോ ബൈ ഡോ എക്സ് പ്ലസ് വൈ ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് വൈ ഡോ ഫൈ ബൈ ഡോ വൈ. ഇനി അതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന റിസൾട്ട് ഇങ്ങനെയാണ്. എക്സ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് എക്സ് ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ ഡോ ഫൈ ബൈ ഡോ വൈ പ്ലസ് സെക്കൻഡ് ടൈം വെച്ചിട്ടുള്ള ബ്രാക്കറ്റ് ഓപ്പണിംഗ് വൈ ഡോ ബൈ ഡോ വൈ ഓഫ്
x dou phi by dou x plus y dou by dou y of y dou phi by dou y. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ്. ഇവിടെ രണ്ട് വേരിയബിളാണ് എക്സും ഡോ ഫൈ, രണ്ടും ഫംഗ്ഷൻസ് ആണ് എക്സും ഡോ ഫൈ ബൈ ഡോ എക്സും. അപ്പോൾ അതിന് നമുക്ക് ഒരു റൂൾ അപ്ലൈ ചെയ്യണം. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ. ആ ഒരു ഓർഡറിൽ വേണം ഡെറിവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇവിടെ എക്സ് ഔട്ട്സൈഡ് നിന്നിട്ട് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ റിസൾട്ട് ഇങ്ങനെ വരും. എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആണ്. എക്സ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്, അതായത് ഡോ എക്സ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 1. അപ്പോൾ കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെയാണ് എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ ഫൈ ബൈ ഡോ എക്സ്. ഇനി നമുക്ക് ഔട്ട് സൈഡിൽ എക്സ് ഉണ്ട്, അത് അകത്ത് കയറി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആവും. എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയറും പ്ലസ് നെക്സ്റ്റ് ടൈം എക്സ് ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സും ആവും. അതാണ് നമ്മളിവിടെ കണ്ട ഫസ്റ്റ് രണ്ട് ടേംസ്. ഇനി അതുപോലെ ആ ഒരു റൂൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. വൈ ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ വൈ. ഇവിടെയും ഫംഗ്ഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെയാണ്. വൈ ഔട്ട്സൈഡ് നിന്നിട്ട് വൈ ഇൻറ്റു ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് കിട്ടും. വൈ അകത്ത് കയറി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ വൈ. അതേ കാര്യം തന്നെ ഇവിടെയും വരുന്നുണ്ട്. എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ ഡോ ഫൈ ബൈ ഡോ വൈ. അത് ചെയ്യുമ്പോൾ ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് ഡോ വൈ വരും. എക്സ് വൈ കോമൺ ആയിട്ട് വെളിയിൽ നിൽക്കും. അതിനകത്ത് വേറൊരു കാര്യം ഡോ വൈ ബൈ ഡോ എക്സ് അവിടെ വരുന്നുണ്ട് സെക്കൻഡ് ടൈം ആയിട്ട്. ഡോ വൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ആ ടൈം എലിമിനേറ്റ് ആയി പോകും. അതുപോലെ ഇവിടെ ഡോ ബൈ എക്സ് ബൈ ഡോ വൈയും വരും. ആ ഒരു സെക്കൻഡ് ടൈം 0 ആയി പോകുന്നുണ്ട്, അതും ആ ടൈം കാണത്തില്ല. ബാക്കിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് റിസൾട്ടിലോട്ട് പോവാം. ഇവിടെ ഫസ്റ്റ് എൽ എച്ച് എസ് നമുക്ക് ഇതുപോലെ റൂൾ അപ്ലൈ ചെയ്ത് ഡെറിവേറ്റീവ് എടുക്കാവുന്നതാണ്. ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെയാണ്. ദെൻ ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് വിത്ത് റെസ്പെക്ട് തീറ്റ ഫൈ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡോ ഫൈ ബൈ ഡോ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ തീറ്റ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ തീറ്റ ഈസ് ഈക്വൽ ടു റിസൾട്ട് ഇങ്ങനെ വരും. അതായത് ഡോ എക്സ് ബൈ ഡോ തീറ്റയ്ക്കും ഡോ വൈ ബൈ ഡോ തീറ്റയ്ക്കും നമ്മൾ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നു. മൈനസ് വൈയും എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ നമുക്ക് ഇവിടെ കിട്ടുന്ന ഓപ്പറേറ്റർ ഇങ്ങനെയാണ്. ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു എക്സ് ഡോ ഫൈ ബൈ ഡോ വൈ മൈനസ് വൈ ഡോ ഫൈ ബൈ ഡോ എക്സ്. ഇതിന് ഡോ ബൈ ഡോ തീറ്റ ഓപ്പറേറ്റർ കിട്ടുന്നു. എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ മൈനസ് വൈ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ്. ഇനി നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ലഭിക്കുന്നത്. ഡോ ബൈ ഡോ തീറ്റ ഓഫ് ഡോ ഫൈ ബൈ ഡോ തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ഡോ ബൈ ഡോ വൈ മൈനസ് വൈ ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു എക്സ് ഡോ ഫൈ ബൈ ഡോ വൈ മൈനസ് വൈ ഡോ ഫൈ ബൈ ഡോ എക്സ്. ഇത് നേരത്തെ ചെയ്ത അതേ ഓപ്പറേഷൻ തന്നെ ചെയ്യുന്നു. ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ ഇത് നേരത്തെ അപ്ലൈ ചെയ്ത റൂൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് എക്സ് ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് മൈനസ് 2xy ഇൻറ്റു ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് ഡോ വൈ മൈനസ് വൈ ഡോ ഫൈ ബൈ ഡോ വൈ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇത് രണ്ടാമത്തെ റിസൾട്ടായിട്ട് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇക്വേഷൻ 1 ആൻഡ് 2 ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെയാണ്. ആർ ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് ആർ ഡോ ഫൈ ബൈ ഡോ ആർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ തീറ്റ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. പിന്നെ എക്സ്പ്രഷനിൽ കുറേ ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റിയ ടേംസ് എന്ന് പറയുന്നത് പ്ലസ് എക്സ് ഡോ ഫൈ ബൈ ഡോ എക്സും മൈനസ് എക്സ് ഡോ ഫൈ ബൈ ഡോ എക്സും ക്യാൻസൽ ചെയ്ത് പോകും. 2xy ഡോ ഫൈ സ്ക്വയർ ബൈ ഡോ എക്സ് ഡോ വൈ മൈനസ് 2xy ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് ഡോ വൈ ദെൻ വൈ ഡോ ഫൈ ബൈ ഡോ വൈ മൈനസ് വൈ ഡോ ഫൈ ബൈ ഡോ വൈ. ഇത്രയും ടേംസ് ആണ് ക്യാൻസൽ ചെയ്ത് പോകുന്നത്. റിമൈനിങ് ആയിട്ടുള്ള ടേംസ് നമുക്ക് നോക്കാം. ഇതിന് ഒരു ഓപ്പറേഷൻ കൂടെ ചെയ്യാം. ഇവിടെ നിന്ന് എല്ലാത്തിനെയും ആർ സ്ക്വയർ കൊണ്ട് ഡിവൈഡും ചെയ്യാം. കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെയാണ്. ഇതിനകത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ. ഇങ്ങനെയാണ് ആ റിസൾട്ട് വരുന്നത്.
ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ അതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ റിസൾട്ട്, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. ആ ഒരു റിസൾട്ട് നമുക്കിവിടെ അപ്ലൈ ചെയ്താൽ ഇത് ചേഞ്ച് ആവും. ചേഞ്ച് ആവുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ LHS അതുപോലെ നിൽക്കുന്നു. ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ വരും ഇൻറ്റു ഡോ സ്ക്വയർ 5 ബൈ ഡോ ഐ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ 5 ബൈ ഡോ ഐ സ്ക്വയർ. ഇത് നിങ്ങൾ ഈ വീഡിയോ പൗസ് ചെയ്തിട്ട് ഈ ഡെറിവേഷൻ ഒന്ന് എഴുതി നോക്കുക. ദെൻ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റിയ റിസൾട്ട് ഇതാണ്. RHS ഡോ സ്ക്വയർ 5 ബൈ ഡോ ഐ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ 5 ബൈ ഡോ ഐ സ്ക്വയർ ആയിട്ട് മാറുന്നു. നമുക്കറിയാം ഈ ഒരു ഓപ്പറേറ്റർ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ കണ്ടതാണ്. ഈ ഒരു ഓപ്പറേറ്റർ നമുക്ക് ഡോ സ്ക്വയർ ബൈ ഡോ ഐ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ് ലാപ്ലാസിയൻ ഓപ്പറേറ്റർ. ഫോർ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെ കിട്ടും? ഡോ സ്ക്വയർ ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു LHS നോക്കുമ്പോൾ ഡോ സ്ക്വയർ ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് 1 ബൈ ആർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ പ്ലസ് 1 ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ തീറ്റ സ്ക്വയർ. എന്തുകൊണ്ടാണ് അത് എടുക്കാൻ പറ്റിയെന്ന് വെച്ചാൽ RHSൽ ഫൈയുടെ കൂടെയുള്ള ഓപ്പറേറ്റർ എന്തായാലും ലാപ്ലാസിയൻ ഓപ്പറേറ്ററാണ് ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ അത് കമ്പയർ ചെയ്തിട്ടാണ് LHS എന്നും നമ്മുടെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഓപ്പറേറ്റർ ലാപ്ലാസിയനായിട്ട് എടുത്തത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് ലഭിക്കുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ സീറോ ബോഡി ഫോഴ്സ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്: ഡെൽ സ്ക്വയർ 5 ഈസ് ഈക്വൽ ടു ഡെൽ റൈസ് ടു 4 5 ഈസ് ഈക്വൽ ടു 0. അതാണ് നമ്മുടെ സ്ട്രെസ് കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ നമുക്കിവിടെ കമ്പയർ ചെയ്യുമ്പോൾ നോക്കാൻ പറ്റുന്ന കാര്യം, ഡെൽ റൈസ് ടു 4നെ നമുക്ക് ഡെൽ സ്ക്വയർ ഓഫ് ഡെൽ സ്ക്വയർ 5 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ പോളാർ കോർഡിനേറ്റോട് വരുമ്പോൾ ഡെൽ സ്ക്വയർ ഓപ്പറേറ്റർ ഇങ്ങനെയായിരിക്കും വരുന്നത്: ഡോ സ്ക്വയർ ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് 1 ബൈ ആർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ പ്ലസ് 1 ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ തീറ്റ സ്ക്വയർ. ആ ഓപ്പറേറ്ററാണ് ഡെൽ സ്ക്വയർ. അപ്പോൾ ഡെൽ റൈസ് ടു 4 5 എന്നുള്ള എക്സ്പ്രഷൻ ഡെൽ സ്ക്വയർ ഓഫ് ഡെൽ സ്ക്വയർ 5 എന്ന് എഴുതാം. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഫൈനലായിട്ട് കിട്ടും. ഇതാണ് സ്ട്രെസ് കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻ ഫോർ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. ഈ കംപ്ലീറ്റ് ഡെറിവേഷൻ നമുക്ക് ഫുൾ മാർക്ക് ലഭിക്കും. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5B റൈറ്റ് ദ ഇക്വിലിബ്രിയം ഇക്വേഷൻ ഇൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതാനായിട്ട് നമ്മളിവിടെ എടുക്കുന്ന ബോഡി ഫോഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബോഡി ഫോഴ്സ് BR ആൻഡ് B θ ആണ് ബോഡി ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമുക്കിവിടെ ബാലൻസ് ഓഫ് ഫോഴ്സ് എടുക്കേണ്ടത് റേഡിയൽ ആൻഡ് ടാൻജൻഷ്യൽ ഡയറക്ഷനിലെ ബാലൻസ് ഓഫ് ഫോഴ്സ് ആണ് എടുക്കേണ്ടത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് ഇക്വിലിബ്രിയം ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്: 1 by r into dou by dou r of r sigma rr plus 1 by r into dou by dou theta of dou r theta minus sigma theta theta by r plus br that is equal to 0. ഇതാണ് r ഡയറക്ഷനിലെ ഇക്വിലിബ്രിയം ഇക്വേഷൻ. ഇനി ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ നോക്കാം. അത് 1 by r into dou by dou r of r dou r theta plus 1 by r of dou by dou theta of sigma theta theta plus dou r theta by r plus b theta that is equal to 0. ഇത് രണ്ടുമാണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. ഇത് എഴുതുന്നതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ആൻസറിന് നിങ്ങൾക്ക് 3 മാർക്ക് ലഭിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒരു പ്രൂഫാണ്. പഴയ ക്വസ്റ്റ്യനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ പ്രൂഫാണ്. ലെങ്തി ആയിട്ടുള്ള പ്രൂഫൊന്നുമല്ല. ദെൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് നമുക്കറിയാം ഇതിനകത്തുള്ളൊരു കണ്ടീഷൻ, നമ്മളൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടാണ് പ്രൂഫ് എടുക്കാൻ പോകുന്നത്. പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇസഡ് ഡയറക്ഷനിൽ സ്ട്രെസ്സിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഇസഡ് ഡയറക്ഷനിൽ സ്ട്രെസ് ഇല്ലെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ അത് പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷനാണ്. അങ്ങനെ പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ ആകുമ്പോൾ ഇസഡ് ഡയറക്ഷനിൽ എല്ലാ സ്ട്രെസ്സും 0 ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു സ്ട്രെസ് ഫംഗ്ഷൻ അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡെറിവേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫൈ എന്ന് പറയുന്ന ഇൻ ടേംസ് ഓഫ് ആറ് വേരിയബിൾ ആയിട്ട് വരുന്ന ഫൈ എന്നൊരു ഫംഗ്ഷൻ എടുക്കുന്നു. ഫൈ ഓഫ് ആർ ഈസ് ഈക്വൽ ടു എ ലോഗ് ആർ പ്ലസ് സി ആർ സ്ക്വയർ പ്ലസ് ഡി. ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് കാണാൻ പഠിച്ചു വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡെറിവേഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെയാണ് നോക്കാം. കമ്പോണൻസ് ഓഫ് സ്ട്രെസ്. കമ്പോണൻസ് ഓഫ് സ്ട്രെസ്സിന് വരുന്നത് ഇങ്ങനെയാണ്. സിഗ്മ ആർ എന്ന് പറയുന്നത് 1 by r into dou 5 by dou r ആണ്. 1 by r into dou 5 by dou r ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെയാണ്: എ ബൈ ആർ സ്ക്വയർ പ്ലസ് 2c എന്ന് വരും. അതായത് 1 by r into d by dr ഓഫ് ഫംഗ്ഷൻ എ ലോഗ് ആർ പ്ലസ് സി ആർ സ്ക്വയർ പ്ലസ് ഡി ആണ്. അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ
കിട്ടുന്ന റിസൾട്ട് AR/R² + 2C. അതാണ് സിഗ്മ RRൻ്റെ റിസൾട്ടായിട്ട് വന്നത്. ഇനി നെക്സ്റ്റ് സിഗ്മ തീറ്റ നോക്കാം. സിഗ്മ തീറ്റ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് (2 ആണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് -A/R² + 2C എന്നുള്ളതാണ്. അപ്പോൾ സിഗ്മ RR സിഗ്മ തീറ്റ വാല്യൂ കിട്ടി. ഇനി ചെയ്യാനുള്ളത് എയും 2Cയും വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം, ഇതിൻ്റെ വെരി തിക്ക് സിലിണ്ടർ ആണ്. ഔട്ടർ റേഡിയസ് ഇന്നർ റേഡിയസിനേക്കാളും വളരെ വലുതാണ്. അതായത് ബി ആണ് ഔട്ടർ റേഡിയസ് എങ്കിൽ ബി വെരി മച്ച് ലാർജർ ദാൻ എ. പിന്നെ അടുത്തത് സബ്ജക്റ്റഡ് ടു എക്സ്റ്റേണൽ പ്രഷർ P0. അവിടെ എക്സ്റ്റേണൽ പ്രഷർ P0യും ഇന്റേണൽ പ്രഷർ 0 ആയിട്ടാണ് തന്നേക്കുന്നത്. നമുക്ക് എക്സ്റ്റേണൽ പ്രഷർ വരുന്നത് ഇന്റേണൽ പ്രഷർ വരുന്ന R=A എന്നുള്ള സ്ഥലത്താണ്. റേഡിയസ് ഇന്റേണൽ റേഡിയസ് ആയിട്ട് വരുന്ന പോയിന്റിലാണ് നമുക്ക് ഇന്റേണൽ പ്രഷർ അപ്ലൈ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടുത്തെ റേഡിയൽ പ്രഷറാണ് ഇന്റേണൽ പ്രഷർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്ലൈ എന്ന് പറഞ്ഞാൽ സിഗ്മ ആറിൻ്റെ ഇക്വേഷൻ A/R² + 2C ആണല്ലോ. അതിനകത്ത് ആറിൻ്റെ പ്ലേസിൽ AR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ A/A² + 2C = 0 എന്ന് കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 1. ഇനി ചെയ്യാവുന്നത് എക്സ്റ്റേണൽ പ്രഷർ കണ്ടീഷൻ, അതായത് R=B എന്ന് പറയുന്ന ലൊക്കേഷനിൽ എക്സ്റ്റേണൽ പ്രഷർ ആയിരിക്കും സിഗ്മ ആർ ആയിട്ട് വരുന്നത്. അപ്പോൾ സിഗ്മ ആറിൻ്റെ വാല്യൂ P0. ഇനി A/R² + 2C എന്നുള്ള റിസൾട്ടിൽ ആറിന് പകരം B സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്: A/B² + 2C = P0 എന്ന് കിട്ടും. സിഗ്മ ആറിൻ്റെ റിലേഷനിൽ ആറിന് പകരം B കൊടുക്കുമ്പോൾ കിട്ടുന്ന റിലേഷനാണിത്. അത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 ഉണ്ട് കയ്യിൽ. അത് വെച്ചിട്ട് നമുക്ക് സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ ചെയ്യാം. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എങ്ങനെയാണ്: A/A² + 2C - A/B² + 2C = 0 - P0. അപ്പോൾ ഇതിന് നമുക്ക് 2Cയും 2Cയും ക്യാൻസൽ ചെയ്ത് പോകും. A × 1/A² - 1/B² = -P0 എന്ന് കിട്ടും. അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എങ്ങനെയാണ്: A = -P0 × A²B² - A². ഇനി നമുക്കൊരു ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മളെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഔട്ടർ റേഡിയസ് മച്ച് ലാർജർ ദാൻ ഇന്നർ റേഡിയസ് A എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? B വെരി മച്ച് ലാർജർ ദാൻ A. അതുകൊണ്ട് തന്നെ B² - A² എന്ന് പറയുന്ന റിസൾട്ട് B² ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അതായത് A കമ്പയർ ടു B, A എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായതുകൊണ്ട് തന്നെ B² - A² എന്ന റിസൾട്ട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു B² ആയിട്ട് മാറും. അപ്പോൾ അതിന് എയുടെ വാല്യൂ ഇങ്ങനെ ചേഞ്ച് ആവും: A = -P0 × A²B²/B². അപ്പോൾ B² ക്യാൻസൽ ചെയ്ത് പോയി. കിട്ടുന്ന റിസൾട്ട് A = -P0 × A². അത് നമുക്ക് ഇക്വേഷൻ A ആയിട്ട് എടുക്കാം. അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2Cയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇക്വേഷൻ 1ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2Cയുടെ വാല്യൂ കിട്ടിയത് P0. അത് നമുക്ക് ഇക്വേഷൻ B ആയിട്ട് എടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ A ആൻഡ് ഇക്വേഷൻ B നമുക്ക് കമ്പോണൻസ് ഓഫ് സ്ട്രെസ്സിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ സിഗ്മ RRൻ്റെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു: A/R² + 2C. ഇത് നമ്മൾ അപ്ലൈ ചെയ്തു. Aക്ക് പകരം -P0A²ഉം 2Cക്ക് പകരം P0 കൊടുത്തു. അപ്പോൾ കിട്ടിയ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് P0 × 1 - A²/R². അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതും സിഗ്മ RR = P0 × 1 - A²/R² ആയിരുന്നു. നമുക്കത് റിസൾട്ടായിട്ട് കിട്ടി. ഇനി നമുക്ക് അതുപോലെ സിഗ്മ തീറ്റ കണ്ടുപിടിച്ച് നോക്കാം. A/R² + 2C ദാറ്റ് ഈസ് ഈക്വൽ ടു Aക്കും 2Cക്കും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. കിട്ടിയ റിസൾട്ട് P0 × 1 + A²/R² എന്നാണ്. അപ്പോൾ സിഗ്മ തീറ്റയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? ക്വസ്റ്റ്യനിൽ ചോദിച്ചതുപോലെ P0 × 1 + A²/R² എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ സ്കീം തന്നിട്ടുണ്ട്. നമുക്ക് സ്ട്രെസ് ഫംഗ്ഷനും പ്രോപ്പർ ബൗണ്ടറി കണ്ടീഷനും യൂസ് ചെയ്ത് ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 7A. ഒബ്റ്റെയിൻ ദ സ്ട്രെയിൻ എനർജി ഇൻ ടേംസ് ഓഫ് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഫോർ എ ഷാഫ്റ്റ് സബ്ജക്റ്റഡ് ടു എ ടോർക്ക് T. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇത് സ്ഥിരമായി ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഷാഫ്റ്റ് കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ടോർക്ക് T ആണ്. അവിടെ ഒരു സ്മാൾ എലമെൻ്റൽ റിങ്ങിൽ ആയിട്ടുള്ള ഒരു എലമെൻ്റൽ റിങ് വിത്ത് ഏരിയ DA കൺസിഡർ ചെയ്യുന്നു അറ്റ് റേഡിയസ് R. ദെൻ അവിടെ നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ ഉണ്ട്: T/J = τ/R = τ. അപ്പോൾ അതിൽ നിന്ന് T/J = τ/R. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഇതാണ്: τ = TR/J. അവിടെ J എന്ന് പറയുന്നത് പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആണ്. ഇനി നമുക്കറിയാം ഷിയർ സ്ട്രെയിൻ ഗാമ എന്ന് പറയുന്നത് τ/G ആണ്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഇതാണ്: TR/GJ.
അപ്പോൾ അതാണ് ഗാമയുടെ ഇക്വേഷനായിട്ട് വരുന്നത്. നമുക്ക് ഇപ്പോൾ ഷിയർ സ്ട്രെസ് ടോയുണ്ട്, ഷിയർ സ്ട്രെയിൻ ഗാമയുണ്ട് ഇൻ ടേംസ് ഓഫ് അപ്ലൈഡ് ടോർക്ക് ആൻഡ് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്, പിന്നെ ജോമെട്രി വാല്യൂ. നമുക്കുള്ള സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സും സ്ട്രെയിനും ഇങ്ങനെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്മാൾ എലമെൻറ്റ് ലെങ്ത് ഡി എക്സിൽ വോളിയം എന്ന് പറയുന്നത്, കൺസിഡർ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് ഡി വി ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ലെങ്ത് വരും, ഡി എ ഇൻറ്റു ഡി എക്സ്. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സ്ട്രെയിൻ എനർജി ഷാഫ്റ്റ് ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്: യു ഇസ് ഈക്വൽ ടു വോളിയം ഇൻറ്റഗ്രൽ, അതായത് ഹാഫ് ഓഫ് വോളിയം ഇൻറ്റഗ്രൽ സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു ഡി വി. അപ്പോൾ സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ടോ ഇൻറ്റു ഗാമ ബൈ 2 പ്ലസ് ടോ ഇൻറ്റു ഗാമ ബൈ 2 എന്ന് വരും. അപ്പോൾ ടോട്ടൽ സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്, ഇൻറ്റു ഡി വി. ഡി വി എന്ന് പറഞ്ഞാൽ ഡി എ ഇൻറ്റു ഡി എക്സ് വരും. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ഓപ്പറേഷൻ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഹാഫ് ഓഫ് വോളിയം ഇൻറ്റഗ്രൽ ടോ ഗാമ ഇൻറ്റു ഡി എ ഡി എക്സ്. ഇത് ടോയും ഗാമയും നമുക്ക് പ്രീവിയസ് റിസൾട്ടിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോ ഇസ് ഈക്വൽ ടു ടി ആർ ബൈ ജെയും ഗാമ ഇസ് ഈക്വൽ ടു ടി ആർ ബൈ ജി ജെ ആയിരുന്നു. നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇൻ്റഗ്രേഷൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം: ഹാഫ് ഓഫ് ഡബിൾ ഇൻറ്റഗ്രൽ ആർ സ്ക്വയർ ഡി എ ഇൻറ്റു ഇൻറ്റഗ്രൽ ടി സ്ക്വയർ ബൈ ജി ജെ സ്ക്വയർ ഡി എക്സ്. ഇതിനകത്ത് നമുക്കൊരു റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഡബിൾ ഇൻറ്റഗ്രൽ ആർ സ്ക്വയർ ഡി എ എന്ന് പറയുന്നത് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ജെ ആണ്. അപ്പോൾ ആ റിസൾട്ട് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഹാഫ് ഇൻറ്റു ജെ ഇൻറ്റു ഇൻറ്റഗ്രൽ ടി സ്ക്വയർ ബൈ ജി ജെ സ്ക്വയർ ഡി എക്സ്. അപ്പോൾ അതിന് ജെയും ജെയും കട്ടായി പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന എൻഡ് റിസൾട്ട് ഇങ്ങനെയാണ്: സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ടി സ്ക്വയർ ബൈ ജി ജെ ഇൻറ്റു ഡി എക്സ്. ഇതാണ് ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോഴുള്ള സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് മെറ്റീരിയൽ പ്രോപ്പർട്ടി ആൻഡ് ജോമെട്രി. അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ഡെറിവേഷന് ഉണ്ടെങ്കിൽ നമുക്ക് 5 മാർക്ക് ലഭിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം: ഫോർ എ ഗിവൺ സ്ട്രെസ് ടെൻസർ അറ്റ് എ പോയിന്റ് ഓൺ എ സ്റ്റീൽ ഒബ്ജക്റ്റ് വിത്ത് യങ്സ് മോഡുലസ് വാല്യൂ മോഡുലസ് റിജിഡിറ്റി തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ സ്ട്രെസ് ടെൻസർ തന്നിട്ടുണ്ട്, പ്രോപ്പർട്ടി വാല്യൂസും തന്നിട്ടുണ്ട്. നമുക്ക് സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി കണ്ടുപിടിക്കണം. നമുക്ക് ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന സ്ട്രെയിൻ എനർജി പ്രോപ്പർട്ടി വാല്യൂ വെച്ചിട്ട് നമ്മൾ പോയിസൺ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പോയിസൺ റേഷ്യോയുടെ ഇക്വേഷൻ എങ്ങനെയാണ്: ഇ ഈസ് ഈക്വൽ ടു 2g ഇൻറ്റു 1 പ്ലസ് ന്യൂ. അപ്പോൾ ന്യൂ ആണ് അവിടുത്തെ പോയിസൺ റേഷ്യോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മോഡിഫൈ ചെയ്യാം: ന്യൂ ഈസ് ഈക്വൽ ടു ഇ ബൈ 2g മൈനസ് 1. ദാറ്റ് ഈസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.293 ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വീഡിയോ പൗസ് ചെയ്ത് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. ദെൻ സിഗ്മ ഐ ജെ ഡിഫൈൻ ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ഇങ്ങനെയാണ്. നമുക്കിനി ഓരോ സ്ട്രെയിൻ വാല്യൂസ് കണ്ടുപിടിച്ച് നോക്കാം. സ്ട്രെയിൻ കമ്പോണൻസ് കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് യൂസ് ചെയ്യാം. നമുക്കറിയാം എപ്സിലോൺ എക്സ് എക്സ് എന്ന് പറയുന്നത് 1/e ഇൻറ്റു സിഗ്മ എക്സ് എക്സ് മൈനസ് ന്യൂ സിഗ്മ വൈ വൈ മൈനസ് ന്യൂ സിഗ്മ ഇസഡ് ഇസഡ് ആണ് യൂസിങ് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ്. അതിൽ നമുക്ക് ഇപ്പോൾ സിഗ്മയുടെ വാല്യൂസ് എല്ലാം അറിയാം, പോയിസൺ റേഷ്യോ അറിയാം, യങ്സ് മോഡുലസ് അറിയാം. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എപ്സിലോൺ എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കിട്ടുന്ന വാല്യൂ -1.008 ഇൻറ്റു 10⁻⁴ ആണ്. ഇതുപോലെ നമുക്ക് എപ്സിലോൺ വൈ വൈ യൂസിങ് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടുന്ന വാല്യൂ -2.195 ഇൻറ്റു 10⁻⁴. സിമിലർലി എപ്സിലോൺ ഇസഡ് ഇസഡ് യൂസിങ് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 5.424 ഇൻറ്റു 10⁻⁴. ഇനി നമുക്ക് ഷിയർ സ്ട്രെയിൻ വാല്യൂസ് നോക്കാം. ഷിയർ സ്ട്രെയിൻ വാല്യൂസ് കിട്ടുന്നത് എങ്ങനെയാണ്: ഗാമ എക്സ് വൈ ഇസ് ഈക്വൽ ടു 1/g ഇൻറ്റു ടോ എക്സ് വൈ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടോ എക്സ് വൈ വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ 0 ആയി പോകും. ഇനി ഗാമ ഇസഡ് വൈ കിട്ടുന്നത് 0.125 ഇൻറ്റു 10⁻⁴. ഗാമ എക്സ് ഇസഡ് ഈക്വൽ ടു 0.375 ഇൻറ്റു 10⁻⁴. ഇത് നമുക്ക് സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്: യു ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. അപ്പോൾ അവിടെ ഓരോ സ്ട്രെസ്സും ടൈമും ഓരോ കറസ്പോണ്ടിങ് സ്ട്രെയിൻ ടൈമും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സം ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 31.08 ആണ് കിട്ടുന്ന സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി വാല്യൂ. നമുക്കിവിടെ പോയിസൺ റേഷ്യോയും സ്ട്രെയിൻ ടെൻസറും കണ്ടുപിടിക്കുന്നതിന് 3 മാർക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8A എക്സ്പ്ലെയിൻ അബൌട്ട് അൺസിമെട്രിക്കൽ ബെൻഡിങ് ഓഫ് ബീംസ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് അൺസിമെട്രിക്കൽ ബീം എന്താണെന്ന് എഴുതുക, അതിനെന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടെങ്കിൽ അത് എഴുതുക. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ആർബിട്രറി ഡയറക്ഷനിലാണ് ബെൻഡിങ് മൊമെൻറ്റ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ അൺസിമെട്രിക്കൽ ബെൻഡിങ് ഉണ്ടാവും. അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലാണ്
ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ മൊമെൻറ്റ് നമുക്ക് പ്രിൻസിപ്പൽ ഡയറക്ഷനിൽ കമ്പോണൻ്റ് ആയിട്ട് വരും. കമ്പോണൻസ് ആയിട്ട് വരും, വെക്ടർ കമ്പോണൻസ് ആയിട്ട് വരുമ്പോൾ തന്നെ അൺസിമെട്രിക്കൽ ബെൻഡിങ് ആവും. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു റെക്ടാങ്കുലർ ബീമിൽ ഒരു മൊമെൻറ്റ് വെക്ടർ അപ്ലൈ ചെയ്യാണ്. മൊമെൻറ്റ് വെക്ടർ എം ഈസ് ഈക്വൽ ടു MyJ പ്ലസ് MZK, അതായത് J ഡയറക്ഷനിലും K ഡയറക്ഷനിലും അതിന് മൊമെൻറ്റിന് കമ്പോണൻസ് ഉണ്ട്. കമ്പോണൻസ് അങ്ങനെ വരുമ്പോൾ ഇത് ബെൻഡിങ് അൺസിമെട്രിക്കലായിട്ട് മാറും. അൺസിമെട്രിക്കലായിട്ട് മാറുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഉപയോഗിച്ച് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ പറ്റും. സിഗ്മ XX ഈക്വൽ ടു MYZ ബൈ IY മൈനസ് MZY ബൈ IZ. ഇതാണ് അൺസിമെട്രിക്കൽ ബെൻഡിങ് വരുമ്പോൾ ഉള്ള സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ 2 മാർക്കാണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ബീം സിമെട്രിക്കൽ അബൌട്ട് YZ ആക്സിസ് ഈസ് സബ്ജക്റ്റഡ് ടു എ ബെൻഡിങ് മൊമെന്റ് M about an arbitrary axis in YZ plane. Obtain the equation for flexural stress. ഇത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു YZ ആക്സിസിന് സിമെട്രിക് ആയിട്ടുള്ളൊരു ബീം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ദെൻ അതിൻ്റെ ആക്സിയൽ ഡയറക്ഷൻ എക്സും ക്രോസ് സെക്ഷൻ പ്ലെയിൻ വരുന്നത് YZലും ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കിയാൽ സിമെട്രിക് അബൌട്ട് YZ ആണ്. അപ്പോൾ അതിങ്ങനെയായിരിക്കും വരുന്നത്. അതിൻ്റെ സെൻറ്റർ അതിൻ്റെ ആക്സിസിലൂടെ പാസ് ചെയ്ത് പോകുന്നു, എക്സ് ആക്സിസിലൂടെ പാസ് ചെയ്ത് പോകുന്നു. ദെൻ അടുത്തിടെ നമുക്കൊരു എലമെൻറ്റ് DAയും അറ്റ് ഡിസ്റ്റൻസ് Y കൺസിഡർ ചെയ്ത് വെച്ചേക്കാം. ദെൻ നമുക്ക് അതിൻ്റെ കാര്യം ഇവിടെ വരുന്നത് മൊമെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ഒരു മൊമെൻറ്റ് M ഇൻ ആർബിട്രറി ആക്സിസ് ഇൻ YZ പ്ലെയിൻ. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൊമെൻറ്റ് നമുക്ക് 2 കമ്പോണൻ്റ് ആയിട്ട് മാറും. M ഈസ് ഈക്വൽ ടു MyJ പ്ലസ് MZK എന്നുള്ള രീതിയിൽ വരും. അവിടെ MZ എന്ന് പറയുന്നത് കമ്പോണൻ്റ് ഓഫ് മൊമെൻറ്റ് വിത്ത് ആക്സിസ് അലോങ് Z ഡയറക്ഷൻ ആണ്. ആൻഡ് MY എന്ന് പറയുന്നത് കമ്പോണൻ്റ് ഓഫ് മൊമെൻറ്റ് വിത്ത് ആക്സിസ് അലോങ് Y ഡയറക്ഷനും. ഇനി നമുക്ക് ഓരോ മൊമെൻ്റ് ആയിട്ട് നോക്കാം. നമ്മൾ MZ കൺസിഡർ ചെയ്യാണ്. MZ അപ്ലൈ ചെയ്യുന്നത് ആക്സിസ് അലോങ് Z ഡയറക്ഷനായിട്ടാണ്. എബൌട്ട് Z ഡയറക്ഷനാണ്. ഇങ്ങനെ ഈ ഒരു ഫിഗറിൽ കാണുന്നത് പോലെയാണ് മൊമെൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. മൊമെൻറ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? YZ പ്ലെയിനിൽ XY പ്ലെയിനിലാണ് അവിടെ ബെൻഡിങ് നടക്കാൻ പോകുന്നത്. ഈ ഒരു മൊമെൻറ്റ് അപ്ലൈ ചെയ്താൽ XY പ്ലെയിനിൽ അത് ബെൻഡ് ആവും. അപ്പോൾ അവിടെ സ്ട്രെസ് ഇൻ X ഡയറക്ഷനാണ് ഫ്ലെക്സുലർ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് X ആക്സിസ് ആണ്. ഇനി ഇതിൻ്റെ വേരിയേഷൻ വരുന്നത് വിത്ത് റെസ്പെക്ട് ടു Y ഡയറക്ഷൻ. Y ഡയറക്ഷൻ വേരിയേഷൻ വരുന്നതുകൊണ്ട് സിഗ്മ X ഈക്വൽ ടു മൈനസ് KY ഇൻറ്റു K ഇൻറ്റു Y എന്ന് എഴുതാം. അവിടുത്തെ K എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. Y എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് അബോവ് ദ സീറോ സ്ട്രെസ് ലെയർ എന്നാണ്, ഡിസ്റ്റൻസ് ആണ് അത്. ദെൻ ഇവിടെ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു പോസിറ്റീവ് Y ഡയറക്ഷൻ സ്ട്രെസ് ഇവിടെ കംപ്രസീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് സൈൻ യൂസ് ചെയ്യേണ്ടി വരും. നമുക്ക് ഒരു സെക്ഷൻ ഫിഗർ എടുത്തിട്ട് നമുക്ക് എലമെൻറ്റിൽ ഏരിയ DA കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് Y ആണ്. അവിടെ നോക്കുമ്പോൾ നെറ്റ് റെസിസ്റ്റിംഗ് ഫോഴ്സ് ആക്ടിങ് അലോങ് ദ X ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഏരിയ ഇൻറ്റു സ്ട്രെസ് ആയിട്ട് വരും. ഫോഴ്സ് ആണ് ചോദിച്ചത്. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെസ്സിൻ്റെ ഏരിയ. അവിടുത്തെ സ്ട്രെസ് സിഗ്മ XXും ഏരിയ ക്രോസ് സെക്ഷൻ DA ആണ് ആ എലമെൻറ്റിൻ്റെ. നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് കിട്ടും. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എൻ്റെ ക്രോസ് സെക്ഷൻ ഇവിടെ 0 ആണ്. നമ്മൾ എക്സ്റ്റേണലി ഒരു ഫോഴ്സും അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് റിസൾട്ട് എന്തായിരിക്കും? ഇൻറ്റഗ്രൽ സിഗ്മ XX ഇൻറ്റു DA എൻ്റെ റിസൾട്ട് 0, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0. അപ്പോൾ സിഗ്മ XXന് വരെ നമുക്ക് മൈനസ് KY അപ്ലൈ ചെയ്യാം. അവിടെ മൈനസ് K ഔട്ട്സൈഡ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇൻറ്റഗ്രൽ YDA ഈക്വൽ ടു 0 എന്നുള്ള എൻ്റെ റിസൾട്ട് കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ റിസൾട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻറ്റഗ്രൽ YDA ഈക്വൽ ടു 0 വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ആക്സിസ് നമ്മൾ Y എടുത്തേക്കുന്ന ആക്സിസ് എന്ന് പറയുന്നത് സെൻട്രോയിഡൽ ആക്സിസ് ആയിരിക്കും. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് സിഗ്മ XX DA ആക്ടിങ് അലോങ് ദ എലമെൻ്റ് ഏരിയയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. എബൌട്ട് ന്യൂട്രൽ ആക്സിസിന് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ന്യൂട്രൽ ആക്സിസ് Y ആണ്. അപ്പോൾ Y ഇൻറ്റു ഫോഴ്സ് എന്ന് പറയുന്നത് സിഗ്മ XX ഇൻറ്റു DA. അപ്പോൾ നമ്മൾ സിഗ്മ XXന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മൈനസ് KY എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെയാണ്, മൈനസ് K ഇൻറ്റു Y² DA. നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് മൊമെൻറ്റ് എൻ്റെ മൊമെൻറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമ്മളിവിടെ എടുക്കാൻ പോകുന്ന കണ്ടീഷൻ ഇങ്ങനെയാണ്. ഇൻറ്റഗ്രൽ ഓഫ് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് ഓവർ ദ എൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് മൊമെൻറ്റ് റെസിസ്റ്റഡ് ബൈ ദ ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇൻറ്റഗ്രൽ മൈനസ് KY² DA ഈക്വൽ ടു മൈനസ് MZ എന്ന് എടുക്കാം. ദാറ്റ് ഈസ് K ഇൻറ്റു ഇൻറ്റഗ്രൽ Y² DA ഈസ് ഈക്വൽ ടു MZ എന്ന് കിട്ടും. ഇനി ഇൻറ്റഗ്രൽ Y² DA എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ IZ ആണ്. അപ്പോൾ നമ്മൾ ആ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ KIZ ഈസ് ഈക്വൽ ടു MZ എന്ന് കിട്ടും.
അപ്പോൾ അതിനകത്ത് നമുക്കറിയാം k is equal to minus sigma xx by y ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിഗ്മ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് മൈനസ് mz ബൈ iz ഇൻറ്റു y എന്ന് കിട്ടും. ഇനി ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ മൊമെൻറ്റ് my കൺസിഡർ ചെയ്ത് നമുക്ക് റിസൾട്ടിൽ എത്താൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് my ആണ് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ്. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ആ ബീം ബെൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും xz പ്ലെയിനിലായിരിക്കും ബീം ബെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ സിമ്പിൾ ഫ്ലെക്സർ ഫോർമുല എങ്ങനെ വരും? അതായത് എക്സ് ഡയറക്ഷനിൽ സിഗ്മ എക്സ് എക്സ് ആക്ട് ചെയ്യുന്നു. അതിൻ്റെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഇവിടെ വരുന്നത് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആയിരിക്കും അവിടെ വേരി ചെയ്യാൻ പോകുന്നത്. നമുക്കപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? സിഗ്മ എക്സ് എക്സ് ഈക്വൽ ടു my z ബൈ iy എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് രണ്ട് റിസൾട്ട് കിട്ടി. സിഗ്മ എക്സ് എക്സിന് മൊമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഇസഡും മൊമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈയും വന്നപ്പോൾ രണ്ട് റിസൾട്ട് കിട്ടി. സൂപ്പർ പൊസിഷൻ ചെയ്ത് നമുക്ക് സിഗ്മ എക്സിൻ്റെ രണ്ട് ഇക്വേഷനും, അതായത് myയും mzഉം ബേസ് ചെയ്തിട്ടുള്ള രണ്ട് ഇക്വേഷൻ കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന എൻഡ് റിസൾട്ട് ഇങ്ങനെയാണ്. സിഗ്മ എക്സ് എക്സ് ഈക്വൽ ടു my z ബൈ iy മൈനസ് mz y ബൈ iz. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന എൻഡ് റിസൾട്ട്. ഇതിന് ഇത്രയും കംപ്ലീറ്റ് ഡെറിവേഷൻ നമുക്ക് 8 മാർക്കാണ് ലഭിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡെറൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്കും കിട്ടും. അപ്പോൾ ഇത്രയാണ് ബി പാർട്ടിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ മൊഡ്യൂൾ 3 ആൻഡ് മൊഡ്യൂൾ 4. നിങ്ങൾക്ക് ഈ പോർഷനൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് വീഡിയോ റെഫർ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഡൗട്ട് കമൻ്റായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. പാർട്ട് സിയുടെ ഡെറിവേഷൻ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.